എൻ്റെ രൂപവും വേഷവും ഇഷ്ടപ്പെടാതെ ഞാൻ അഷ്ടാലങ്കാരങ്ങൾ തുറന്നു. സ്വർണ്ണ നൂലുകളുള്ള പട്ടുസാരി അഴിച്ചു. എപ്പോഴും ധരിക്കുന്ന വെള്ളസാരി എടുത്തു. മനസ്സുമടുത്ത് കട്ടിലിരുന്നു. നിതുംബിനി, സഖി, ഞാൻ കൃഷ്ണനെ ഏത് രൂപത്തിലാണ് കാണേണ്ടത്? വഴി പറഞ്ഞു തരൂ. നിതുംബിനി തോളിൽ കൈവച്ചു. സ്നേഹം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, രാജകുമാരി, നിങ്ങൾ ലോകത്തിലെ സുന്ദരിമാരിൽ ശ്രേഷ്ഠയാണ്. കൃഷ്ണൻ ഭൂമിയിലെ ഏറ്റവും സുന്ദരനായ പുരുഷനാണെങ്കിൽ പോലും നിങ്ങൾക്കെന്താ? കൃഷ്ണൻ നീലാകാശമാണെങ്കിൽ കൃഷ്ണ ആ നീലിമയുടെ ശോഭ വർദ്ധിക്കുകയും, കൃഷ്ണൻ നീലസരസിലെ ജലമാണെങ്കിൽ കൃഷ്ണ അതിൽ അലയടിക്കുന്ന തിരയാണ്. കൃഷ്ണൻ പ്രശാന്തവും വിശാലവുമായ നീലസമുദ്രമാണെങ്കിൽ കൃഷ്ണ അതിൽ ലയിച്ചു പോകുന്ന നദിയാണ്. ആരാണ് മെച്ചം, ആരാണ് മോശം? ഒരാൾ മറ്റേയാളിൻ്റെ ശോഭ വർദ്ധിപ്പിക്കുന്നതേ ഉള്ളൂ. ഞാൻ ആലോചിച്ചു. നിതുംബനി മുഖസ്തുതി പറയുകയാണോ? അതോ? അപ്പോൾ ശംഖനാഥം മുഴങ്ങി. നീലാഞ്ജന പരിഭ്രമിച്ചോടി വന്നു. മഹാരാജാവ് സ്വീകരണ മുറിയിൽ കാത്തിരിക്കുന്നു. ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകുവാൻ കൃഷ്ണന്റെ തേര് തയ്യാറായി നിൽക്കുന്നു. രാജകുമാരി കൃഷ്ണദർശനത്തിന് എഴുന്നള്ളിയാലും ഇനി അണിഞ്ഞൊരുങ്ങുവാനൊന്നും സമയമില്ല. ഞാൻ ഒരാഭരണവും അണിഞ്ഞിട്ടുമില്ല. വെള്ളി നൂലുള്ള വെള്ളവസ്ത്രം മാറുവാൻ പോലും സമയമില്ല. ഞാൻ ആ നിലയിൽ തന്നെ ഇറങ്ങിച്ചെന്നു. നനഞ്ഞ മുടി കെട്ടിവെക്കാനൊന്നും സമയമില്ല. അഴിച്ചിട്ട മുടി നിതുംബിനി കവിഞ്ഞെടുത്തു. ഞാനതും ശ്രദ്ധിച്ചില്ല. നിതുംബിനി പറഞ്ഞു, വിധിദാതാവ് സൗന്ദര്യം നിറച്ച സൃഷ്ടവർക്ക് അലങ്കരണമോ വസ്ത്രമോ ആഭരണമോ ആവശ്യമില്ല. രാജകുമാരി, സത്യമായിട്ടും പൂജാരിണിയെ പോലെയുള്ള നിങ്ങൾ ഈ വേഷം അതിമനോഹരമായിരിക്കുന്നു. ഗോപി വല്ലഭനായ കൃഷ്ണന് മനസ്ഥൈര്യത്തോടെ ദ്വാരകയിലേക്ക് മടങ്ങുവാൻ കഴിയുമോ എന്തോ. ഞാനൊന്നും പറഞ്ഞില്ല. അച്ഛൻ ഉത്കണ്ഠപ്പെട്ടുന്നുണ്ടായിരിക്കും. നിതുംബിനിയുടെ കൂടെ ഞാൻ സ്വീകരണ മുറിയിലെത്തി. ഞാൻ എൻ്റെ കാലുകളിൽ നോക്കിക്കൊണ്ട് നിന്നു. കണ്ണുകൾ ഉയർത്തി കൃഷ്ണനെ നോക്കുവാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ മോഹകമായ സൗന്ദര്യത്തിൻ്റെ ജ്വാല സഹിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ എന്താകും അവസ്ഥ? ഞാൻ കൃഷ്ണനെ പ്രണമിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം മധുരസ്വരത്തിൽ പറഞ്ഞു, ദേവി, കൃഷ്ണേ, നിങ്ങൾ കാരണം ഭൂമിയിൽ അനേകം ദുഷ്ടന്മാർക്ക് നാശമുണ്ടാകും. ധർമ്മം സ്ഥാപിക്കപ്പെടും. നിങ്ങൾ ശക്തിമതിയും സർവലക്ഷണയുക്തവുമായ സ്ത്രീയാണ്. ഞാനും ധർമ്മരക്ഷയ്ക്കും ധർമ്മ സംസ്ഥാപനത്തിനും പ്രതിജ്ഞാബദ്ധനുമാണ്. നിങ്ങളും അതിനുവേണ്ടി ജനിച്ചവളാണ്. നിങ്ങൾക്കെൻ്റെ വന്ദനം. അച്ഛൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ കൃഷ്ണയെ കൃഷ്ണന്റെ പാദങ്ങളിൽ അർപ്പിച്ചത്. ഹേ കൃഷ്ണ, നാമകരണ സമയത്ത് തന്നെ ഞാനിവളെ അങ്ങയുടെ പാദങ്ങളിൽ അർപ്പിച്ചു കഴിഞ്ഞു. കൃഷ്ണയ്ക്ക് അങ്ങയുടെ പാദാത്മങ്ങളിൽ ഇടം നൽകി ഞങ്ങളെ കൃതാർത്ഥരാക്കിയാൽ. ഞാൻ നമ്രമുഖിയായി കൃഷ്ണന്റെ നീല താമര പോലെയുള്ള പാദങ്ങളിൽ ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുകയായിരുന്നു. ഏതാനും നിമിഷം അവയിൽ മുഴുകി. കൃഷ്ണൻ പാദങ്ങൾ നീക്കി. ശാന്ത മധുരസ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, ദ്രുപദ മഹാരാജാവേ, ദേവി കൃഷ്ണ ഒരു സാധാരണ സ്ത്രീയല്ല. അവരുടെ സ്വയംവരത്തിന് ഏർപ്പാട് ചെയ്യൂ. ആര്യാവർത്തത്തിലെ ശ്രേഷ്ഠനായ വീരനായിരിക്കും കൃഷ്ണയ്ക്ക് ഏറ്റവും അനുയോജ്യനായ പുരുഷൻ. ആരുടെയെങ്കിലും പാദങ്ങളിൽ നേർച്ചയായി അർപ്പിച്ച് അങ്ങ് അവളെ അപമാനിക്കരുത്. കൃഷ്ണയ്ക്ക് യോജിച്ചവനെന്നു തന്നെ സ്വയം തെളിയിക്കുന്നയാൾ കൃഷ്ണയെ വരിച്ചാലും. അച്ഛൻ വ്യാകുലനായി ചോദിച്ചു, ഹേ കൃഷ്ണ, ആര്യവർത്തത്തിൽ അങ്ങല്ലാതെ വേറെ ആരാണ് ശ്രേഷ്ഠനായ വീരൻ? കൃഷ്ണൻ മനസ്സിനിണങ്ങിയ പുരുഷനായിട്ടുള്ളപ്പോൾ സ്വയംവരം ഏർപ്പാട് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അങ്ങുണ്ടായിരിക്കെ സ്വയംവരത്തിൽ കൃഷ്ണയെ നേടുവാൻ കരുത്തുള്ള വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? ഉണ്ട്. കൃഷ്ണനെ കൂടാതെ മറ്റൊരാൾ കൂടിയുണ്ട്. അതുകൊണ്ട് സ്വയംവരമില്ലാതെ കൃഷ്ണയെ പാണിഗ്രഹം ചെയ്യുവാൻ ആർക്കും അവകാശമില്ല. ഇങ്ങനെ പറഞ്ഞ് കൃഷ്ണൻ മന്ദഹസിച്ചു. ആ മന്ദഹാസം ഏത് യുവതിയുടെയും ഹൃദയത്തെ മതിച്ച് അതിൽ സംഭരിച്ചിരിക്കുന്ന അമൃതം മുഴുവൻ കവർന്നെടുക്കുവാൻ ഉദ്ദേശിച്ചതാണെന്ന് തോന്നും. എൻ്റെ കയ്യിലിരിക്കുന്ന മാല കൃഷ്ണന്റെ കഴുത്തിലിടുവാൻ സഖി ആഗ്യം കാട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സും അത് ആഗ്രഹിച്ചു. പക്ഷെ കൈ പൊങ്ങുന്നില്ല. ഞാൻ കൃഷ്ണപ്രേമത്തിൽ ഉന്മത്തയായില്ല, പരവശയായി തീർന്നു. അച്ഛൻ ചോദിച്ചു, ആരാണ് അയാൾ? കൃഷ്ണനല്ലാതെ മറ്റാരുണ്ട് എൻ്റെ മകൾക്ക് യോജിച്ച വരൻ? കൃഷ്ണൻ സ്നേഹം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഹരി, ഹരൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ എന്നിവരുടെ ശക്തിയുമായി ഭൂമിയിൽ ഒരു മഹത് വ്യക്തി കൂടി ജനിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് മധ്യപാണ്ഡവനായ അർജുനൻ, എൻ്റെ അപ്പച്ചിയുടെ മകൻ. എന്നേക്കാൾ ഒരു വയസ്സിന് എളുപ്പമുണ്ട്. മാത്രവുമല്ല, എൻ്റെയും അർജുനൻ്റെയും പിതൃവംശം ഒന്ന് തന്നെയാണ്. അർജുനൻ എൻ്റെ തന്നെ അംശമായി ജനിച്ചവനാണ്. ചന്ദ്രവംശ രാജാവായ യയാതിക്ക് ശുക്രാചാര്യൻ്റെ മകൾ ദേവയാനിയിലുണ്ടായ മകനാണ് യദു. അദ്ദേഹം എൻ്റെ പൂർവികനാണ്. യയാതിയുടെ രണ്ടാമത്തെ ഭാര്യ ഹേഹയ രാജാവായ വൃഷപർവാമിൻ്റെ മകൾ ശർമ്മിഷ്ഠ. അദ്ദേഹത്തിന് ശർമ്മിഷ്ഠയിൽ ജനിച്ച മകനാണ് പുരു. അദ്ദേഹം കൗരവ പാണ്ഡവന്മാരുടെ പൂർവികൻ.
മഹാരാജാവേ, അർജുനന്റെ വീരത്വം അങ്ങേക്കറിയുവാൻ പാടില്ലാത്തതല്ല. അദ്ദേഹം ഉള്ളപ്പോൾ ഞാൻ കൃഷ്ണയ്ക്ക് മുമ്പിൽ യോഗ്യനേയല്ല. അർജുനൻ എൻ്റെ ഇളയ സഹോദരൻ മാത്രമല്ല, ഉറ്റ ചങ്ങാതിയുമാണ്. അങ്ങയുടെ ശരീരം ഭിന്നമാണെങ്കിലും ആത്മാവ് അഭിന്നമാണ്. അർജുനനെ പോലെ ത്രിലോക സുന്ദരനായ വീരപുരുഷനെ ജാമാതാവാക്കിയാൽ അങ്ങ് കൂടുതൽ യശസ്വിയാകും. അങ്ങയുടെ പ്രതിജ്ഞയും പൂർത്തീകരിക്കപ്പെടും. അച്ഛൻ ആഹ്ലാദഭരിതനായി. ഒരിക്കൽ ദ്രോണന്റെ ആജ്ഞയനുസരിച്ച് തന്നെ ബന്ധനസ്ഥനാക്കിയ വീരൻ തൻ്റെ ജാമാതാവാകുന്നു. ആ ബലത്തിൽ ദ്രോണന്റെ അഹങ്കാരം തവിടുപൊടി. ദ്രുപദൻ ജാമാതാവിൻ്റെ കൈകൊണ്ട് തന്നെ അപമാവനായി തീരും. ദ്രോണന്റെ ശിഷ്യനായ വീരൻ ദ്രുപദ മഹാരാജാവിൻ്റെ ജാമാതാവാകും. അപ്പോൾ അദ്ദേഹത്തിന് തലയുയർത്തി നിന്ന് പറയാം, ദ്രോണരെ, താങ്കൾ ഇന്നോളം എൻ്റെ ജാമാതാവിനെ യോഗ്യനാക്കി തീർക്കുവാൻ ശ്രമിച്ചു. താങ്കളുടെ ശ്രേഷ്ഠ ശിഷ്യൻ എൻ്റെ ജാമാതാവാകുമെന്നറിഞ്ഞിരുന്നുവെങ്കിൽ താങ്കൾ ഒരുപക്ഷെ യുദ്ധതന്ത്രങ്ങളെല്ലാം അയാളെ അഭ്യസിപ്പിക്കുമായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ ജാമാതാവിന് താങ്കളെ തോൽപ്പിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇനിമേൽ എന്നെ അഭയം പ്രാപിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. അച്ഛൻ്റെ മുഖത്ത് അദ്ദേഹത്തിൻ്റെ മനോഭാവം നിഴലടിക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണനായാലും അർജുനനായാലും അദ്ദേഹത്തിൻ്റെ ജാമാതാവ് ശ്രേഷ്ഠനായ വീരനായിരിക്കണം. ദ്രോണനോട് എതിരിടുവാൻ പറ്റിയ ജാമാതാവ് അർജുനനെയാണെങ്കിൽ എന്താണ് കുഴപ്പം? എന്നാൽ എൻ്റെ കാര്യമോ? ശ്രീകൃഷ്ണന്റെ കഴുത്തിൽ അണിയിക്കുവാൻ വേണ്ടി രാവിലെ മുതൽ കോർത്തുകൊണ്ടിരുന്ന വനമാല അർജുനന്റെ കഴുത്തിൽ ഇടേണ്ടി വരും. അതും കൃഷ്ണന്റെ ആഗ്രഹപ്രകാരം. എനിക്ക് സ്വന്തമായ ആഗ്രഹമൊന്നുമില്ലേ. ഞാൻ യാഗാഗ്നിയിൽ ജനിച്ചവളാണ്, യാജ്ഞസേനിയാണ്. എൻ്റെ ജനനവും ജീവിതവും മരണവും മറ്റാരുടെയും നിർദ്ദേശപ്രകാരം നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്തിനു വന്നു? എന്തിനു ജീവിച്ചിരിക്കണം? എന്തിനു മരിക്കണം? എന്തുണ ഉദ്ദേശം? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അജ്ഞാനമാണെൻ്റെ ആലംബം. എൻ്റെ ചിന്താക്ലാന്തമായ മുഖം കൃഷ്ണന്റെ മധുസ്വരത്തിൽ പറഞ്ഞു. ദേവി, ദ്രൗപദി, അച്ഛൻ്റെ ശത്രുവിൻ്റെ നാശത്തിന് വേണ്ടിയാണ് ഭവതി ജനിച്ചത്. അച്ഛൻ്റെ ശത്രുവിൻ്റെ മാത്രമല്ല, ഭൂമിയിലെ ദുർമാർഗികളുടെ എല്ലാം വിനാശത്തിന് വേണ്ടിയാണ് ഭവതി ജനിച്ചത്. ബാഹ്യശത്രുവിനെ ജയിക്കുവാൻ വേണ്ടി ആദ്യം നമുക്ക് ആന്തരിക ശത്രുവിനെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കേണ്ടതുണ്ട്. ധർമ്മ സംസ്ഥാപനാർത്ഥം ആഗ്രഹങ്ങളും കാമവും മനസ്സിനെ ഹൃദയപൂർവ്വം ഭൗതിക ചിന്തകളും വെടിയും. മഹത്തരമായ സ്വാർത്ഥത്തിനു വേണ്ടി സങ്കുട ചിന്ത സ്വാർത്ഥങ്ങളിൽ ബലിയർപ്പിക്കേണ്ടി വരും. അതിലൂടെ ജീവിതത്തിൻ്റെ മഹത്വം പ്രതിപാദിക്കുവാൻ സാധിക്കും. കൃഷ്ണനാണ് ധർമ്മസംസ്ഥാപകനെന്ന് എനിക്ക് മനസ്സിലായി. ആ നിമിഷം ഞാൻ സ്വയം കൃഷ്ണന് സമർപ്പിതമായി. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഹേ കൃഷ്ണ, എൻ്റെ കർമ്മങ്ങൾ എൻ്റേതല്ലെങ്കിൽ കർമ്മഫലവും എൻ്റേതല്ല. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. മഹത്തരമായ സ്വാർത്ഥത്തിനു വേണ്ടിയുള്ള ആജ്ഞകൾ ഞാൻ അനുസരിക്കും. എന്നാൽ ഞാൻ മർത്യലോകത്തിലെ സാധാരണ സ്ത്രീയാണ്. കാമക്രോധ ലോഭ മോഹങ്ങളെ ജയിക്കുവാനുള്ള കരുത്ത് എനിക്കുണ്ടോ? ആ കരുത്ത് അങ്ങനെനിക്ക് തന്നില്ല എങ്കിൽ ഞാൻ മനുഷ്യസ്ത്രീയിൽ നിന്നും ദേവിയായി മാറുന്നത് എങ്ങനെയാണ്? വനമാലയിൽ കണ്ണീർ കണങ്ങൾ കോർത്ത് ഞാൻ കൃഷ്ണന്റെ കഴുത്തിലല്ല, പാദങ്ങളിൽ സമർപ്പിച്ചു. എൻ്റെ താരുണ്യം അപ്രത്യക്ഷമായെന്ന് എനിക്ക് തോന്നി. ഞാൻ നിഷ്കളങ്കയായ ശിശുവായി. ശൈശവം ഞാൻ അനുഭവിച്ചിട്ടില്ലായിരുന്നു. തരുണദേഹവുമായാണ് ഞാൻ ജനിച്ചത്. ശൈശവത്തിൻ്റെ കോമളവും സരളവും നിഷ്പാപവുമായ അജ്ഞത എത്ര സുഖകരമാണ്. ജ്ഞാനസാഗരമായ കൃഷ്ണന്റെ പാദങ്ങളെ അജ്ഞാനന്റെ ബിന്ദുക്കളായി അത് അടർന്നു വീഴുന്നതിൽ ജീവിതത്തിൻ്റെ പൂർണ്ണത കൂടികൊള്ളുന്നതെന്ന് എനിക്ക് തോന്നി. മറ്റെന്ത് പാപമാണുള്ളത്? ഞാൻ അറിവില്ലാത്ത ഒരു ശിശുവാണ്. എൻ്റെ രക്ഷകർത്താവ് എൻ്റെ കയ്യിൽ ഏത് കളിപ്പാട്ടം തരുന്നോ അത് വെച്ച് ഞാൻ കളിക്കും, സന്തോഷിക്കും, ജീവിക്കും. എൻ്റെ കളിപ്പാട്ടം ഏതായിരിക്കണം, എന്തിനു വേണ്ടി ആയിരിക്കണം എന്നൊക്കെ ചോദിക്കുവാൻ ഞാനാരാണ്? കൃഷ്ണൻ യാത്ര ചോദിക്കുന്നതിന് മുൻപ് പതുക്കെ എൻ്റെ ഹൃദയത്തോട് മന്ത്രിച്ചു. കൃഷ്ണൻ എന്നും പ്രേമോന്മത്തനാണ്, സ്നേഹോദാഹം പൂണ്ടവൻ. സഖാവായ അർജുനൻ എന്നെ ബന്ധിച്ചിരിക്കുന്ന സ്നേഹപാശത്തിൽ കെട്ട് വീഴുവാനിടയാക്കരുത്. അർജുനനോട് ഭവതിക്കുള്ള പ്രേമത്തിൽ പങ്കുകാരനാകുവാൻ എനിക്ക് അവകാശമുണ്ട്. അർജുനൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും കോട്ടങ്ങൾക്കും ജയപരാജയങ്ങൾക്കും ഞാൻ പങ്കാളിയാണ്. അർജുനൻ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് എനിക്കർപ്പിക്കാതെ അർജുനൻ വെള്ളം പോലും കുഴിക്കുകയില്ല. അതിൻ്റെ വാസന മാത്രം സ്വീകരിക്കും. അതുപോലെ ദേവി അർജുനൻ്റെ ഭാര്യയാണെങ്കിലും ഭവതിയുടെ ദേഹാതീതമായ സൂക്ഷ്മസ്ഥോട് എൻ്റെ അദൃശ്യ സമ്പർക്കം ചിരന്തരവും ശാശ്വതവുമായിരിക്കും. അതൊരിക്കലും മറക്കരുത്. ആ നിമിഷത്തിൽ ഞാൻ 2 ഭാഗമായി പിരിഞ്ഞു. എൻ്റെ ദേഹാതീതമായ സൂക്ഷ്മ സമ്മത്ത നീലിയ ജ്യോതിർസ്മയത്തിൽ ലയിച്ചു ചേർന്നു. എൻ്റെ അപരാംശം ലൗകിക സുഖഭോഗങ്ങളും ആശയാഭിലാഷങ്ങളും നിറഞ്ഞ സ്വയംവരധ്യോക്തയായ ദ്രൗപദിയുടെ ദേഹമായി പാഞ്ചാലദേശത്തെ രാജകൊട്ടാരത്തിൽ അർജുനനെ പ്രതീക്ഷിച്ചു നിന്നു. മനുഷ്യ മനസ്സത്രേ വിചിത്രം. എത്രയോ കാര്യങ്ങൾ മറന്നുപോകുന്നു. എത്രയെത്ര കാര്യങ്ങൾ ദേഹത്തിനുള്ളിൽ മായാതെ നിൽക്കുന്നു. അച്ഛനാദ്യം എന്നെ കൃഷ്ണന് സമർപ്പിച്ചതാണെന്ന കാര്യം ഞാൻ മറന്നു. ഇപ്പോൾ വീരശിരോമണിയായ അർജുനനെ ചുറ്റിപ്പറ്റി എൻ്റെ ഭാവന പറന്നു.
അദ്ദേഹം എങ്ങനെയായിരിക്കും? കൃഷ്ണനെ പോലെ ആയിരിക്കുമോ, അതോ മറ്റൊരു കൃഷ്ണനായിരിക്കുമോ? വസന്തകാലം. മീനമാസത്തിൽ മരുതമരങ്ങൾ നിറഞ്ഞ വനം വർണ്ണ വൈവിധ്യമുള്ളതായി. പുണ്യനദിയായ ഗംഗയുടെ തീരത്ത് വജ്രായുധധാരിയായ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. ഭോജരാജാവിൻ്റെ വാത്സല്യ ഭാജനവുമായ കുന്തി ദുർവാസാവിൽ നിന്ന് ലഭിച്ച ജയമാലയുമായി ഈ ഇന്ദ്രനെ സ്മരിച്ചിരുന്നു. വസന്തത്തിൻ്റെ ഈ ആഹ്വാനം ഇന്ദ്രൻ എങ്ങനെ അവഗണിക്കും? ഇന്ദ്രന്റെ ശൗര്യം പേറി വിമല ഹൃദയയാകുന്ന കുന്തിയുടെ ഉദരത്തിൽ, ഗംഗാതീരത്തെ അർജുന വനത്തിൽ ഉത്തര ഫൽഗുണി നക്ഷത്രത്തിൽ പിറന്ന ദേവശിശുവാണ് അർജുനൻ. ഫൽഗുണൻ, വിഷ്ണു, കിരീടി, ശ്വേതവാഹനൻ, ബീവത്സു, പാർത്ഥൻ, വിജയൻ, സവ്യസാചി, ധനഞ്ജയൻ. നിതിംബിനി ഇത്രയും പറഞ്ഞ ശേഷം ചോദിച്ചു, സഖി, പ്രിയതമൻ്റെ ഈ പേരുകളെല്ലാം ഓർത്തു വയ്ക്കുവാൻ കഴിയുമോ? വാസ്തവത്തിൽ സഖി എത്ര ഭാഗ്യവതിയാണ്. ഇത്രയും പേരുകളുള്ളയാൾ എത്രമാത്രം യശസ്സും കീർത്തിയും വിദ്യയും ബുദ്ധിയും നേടിയിരിക്കും. ഇനി കൃഷ്ണനെ മറന്നിട്ട് അർജുനനെ സ്മരിക്കൂ. ഞാൻ പറഞ്ഞു, സഖി, കൃഷ്ണന് മനസ്സിലിടം നൽകിയ ഒരുവൾക്ക് സവ്യസാചിയെ മാത്രമേ അവിടെ പ്രതിഷ്ഠിക്കുവാൻ കഴിയൂ. അദ്ദേഹം കൃഷ്ണന്റെ അംശമായിട്ടാണ് ജനിച്ചത്. അർജുനനാണ് എനിക്ക് യോഗ്യനാണെന്ന് കൃഷ്ണൻ തന്നെ കരുതുന്നെങ്കിൽ അർജുനനായിരിക്കും ഈ ഭൂമിയിലെ സർവ്വശ്രേഷ്ഠനായ വീരനെന്ന് എനിക്കുറപ്പുണ്ട്. നിതിംബിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഖി, അർജുനന്റെ വീരകഥകൾ കേട്ടിട്ടില്ലേ? ബാല്യകാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ വീരത്വം പ്രകടമായിട്ടില്ലേ? അദ്ദേഹം ദ്രോണാചാര്യരുടെ ഉത്തമ ശിഷ്യനാണ്. ആചാര്യൻ നടത്തിയ അത്ഭുതകരമായ ആയുധ പരീക്ഷയിൽ അർജുനൻ മാത്രമേ വിജയിച്ചുള്ളൂ. 8888 ഗാതം അകലെ ഒരു പർവ്വതമുണ്ട്. പർവ്വതത്തിൽ ഒരു ദുർഗം, അതിലൊരു പുൽക്കുടി, അതിൻ്റെ അറ്റത്ത് കടുകുമണി. ആ കടുകുമണി രണ്ടായി മുറിക്കണമെന്നായിരുന്നു ഗുരുവിൻ്റെ നിർദ്ദേശം. ഞാൻ ആശ്ചര്യചകിതയായി നിതിംബിനിയെ നോക്കിക്കൊണ്ടേയിരുന്നു. എത്ര അത്ഭുതകരമായ പരീക്ഷ! ആർക്കെങ്കിലും ആ പരീക്ഷ ജയിക്കുവാൻ സാധിക്കുമോ? നിതിംബിനി എൻ്റെ മുഖം കണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ പരീക്ഷയിൽ ജയിച്ചത് ഒന്നെങ്കിൽ സാക്ഷാൽ കൃഷ്ണൻ, അല്ലെങ്കിൽ കൃഷ്ണന്റെ സഖാവായ അർജുനൻ. അവർക്കല്ലാതെ ഈ അസാധകൃത്യം നിർവഹിക്കുവാൻ ആർക്ക് സാധിക്കും? ഞാൻ ആലോചിച്ചു നോക്കി. അസ്ത്രവിദ്യയിൽ ഇങ്ങനെയും ഔലൗകികത്വം പ്രദർശിപ്പിച്ചവരാരായാലും ഉണ്ടോ? കൃഷ്ണന്റെ സഖാവിനല്ലാതെ ആർക്കാണത് സാധിക്കുക? നിതുംബിനി എൻ്റെ കാതിൽ അടക്കം പറഞ്ഞു. ദ്രോണന്റെ നിർദ്ദേശപ്രകാരമാണ് അർജുനൻ മഹാരാജാവിനെ ബന്ധനസ്ഥനാക്കിയത്. അദ്ദേഹം തന്നെ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ദ്രുപദ നന്ദിനിയെ വരിക്കും. കൊള്ളാം. ഞാൻ ഉദാരസ്വരത്തിൽ പറഞ്ഞു, എനിക്ക് മറ്റെന്തു ഉപായമാണുള്ളത്? കൃഷ്ണൻ ആഗ്രഹിക്കുന്നതനുസരിച്ച് അച്ഛൻ പ്രവർത്തിക്കും. അച്ഛൻ്റെ ആഗ്രഹം സഫലമാക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. ധർമ്മവാദം പ്രസ്താവിക്കപ്പെട്ട ശേഷം എൻ്റെ ജനനത്തിന് മറ്റെന്തർത്ഥമാണുള്ളത്? നിതുംബിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണനെ കിട്ടിയില്ലെന്ന് വിചാരിച്ച് പിണങ്ങണ്ട. കൃഷ്ണനെ കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രാണൻ കുമാരിക്ക് ലഭിക്കും. അതെങ്ങനെ? ഞാൻ ചോദിച്ചു. നിതുംബിനി വിശദീകരിച്ചു, അർജുനനാണ് കൃഷ്ണന്റെ പ്രാണൻ. അർജുനനെ കിട്ടിയാൽ കൃഷ്ണന് പ്രാണൻ കിട്ടിയെന്നർത്ഥം. അർജുനനെ വശത്താക്കിയാൽ കൃഷ്ണനും വശത്താകും. കൃഷ്ണൻ വശത്തായവർക്ക് ദുഃഖമില്ല. എൻ്റെ വായിൽ നിന്ന് വാക്കുകൾ എങ്ങനെയോ അടർന്നു വീണു. ദുഃഖമില്ലാത്ത ജീവിതമുണ്ടോ? അങ്ങനെയുള്ളിടത്ത് കൃഷ്ണനുണ്ടായിരിക്കുകയുമില്ല. ദുഃഖമുള്ളിടത്തേ കൃഷ്ണൻ കാണുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ദീനബന്ധുവെന്നല്ലേ വിളിക്കുന്നത്? ഞാൻ സ്വന്തം ഭാവി പറയുകയാണെന്നപ്പോൾ എനിക്കറിഞ്ഞുകൂടായിരുന്നു. പാഞ്ചാലദേശത്തെ രാജകുമാരിയായ ദ്രൗപദിയുടെ സ്വയംവരത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയായിരുന്നു. അർജുനന്റെ വീര്യവും ശൈര്യവും ആർക്കാണ് അറിയുവാൻ പാടില്ലാത്തത്? അച്ഛൻ വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തോട് പരാജയപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് തൻ്റെ വീരത്വത്തിൻ്റെ പരമാകാഷ്ഠ പ്രകടിപ്പിക്കാതെ ദ്രൗപദിയെപ്പോലെയുള്ള ശ്രേഷ്ഠകന്യകയെ എങ്ങനെ നേടിയെടുക്കും? ഇങ്ങനെ വിചിത്രമായ ഒരു സ്വയംവരം ഏർപ്പാട് ചെയ്തതിൻ്റെ പിന്നിൽ അച്ഛന് രണ്ടുദ്ദേശമുണ്ടായിരുന്നു. ഒന്ന്, അർജുനനല്ലാതെ മറ്റാർക്കും അങ്ങനെ ഒരു സ്വയംവര വ്യവസ്ഥയിൽ വിജയം കൈവരിക്കുവാനാകുകയില്ല. അതിൻ്റെ ഫലമായി അർജുനൻ തന്നെ പാഞ്ചാല രാജാവിൻ്റെ ജാമാതാവാകും. 2, കഴിഞ്ഞ കാലത്ത് അർജുനൻ കാരണമുണ്ടായ ഗ്ലാനി പാഞ്ചാല രാജ്യവാസികളുടെ മുമ്പിൽ ശമിപ്പിക്കുവാൻ കഴിയും. നിതുംബിനി സ്വയംവര വ്യവസ്ഥകൾ പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ട് ഞാൻ സ്തബ്ധയായി നിന്നുപോയി. ഈ പരീക്ഷയിൽ ആരെങ്കിലും ജയിക്കുമോ? സ്വയംവരത്തിന് വെച്ചിരുന്ന വില്ലെടുത്തുയർത്തി ഞാൻ വലിച്ച് കെട്ടുന്നത് ഏറ്റവും പ്രയാസകരമായിരുന്നു. സ്വയംവരത്തിന് മനോഹരമായ വേദിയൊരുക്കിയിരുന്നു. വേദിയിൽ ഉയർന്ന ഒരു ദണ്ഡ്, അതിന്മേൽ കറങ്ങുന്ന ചക്രം, അതിവേഗം കറങ്ങുന്ന ചക്രത്തോടൊപ്പം ലക്ഷ്യവസ്തുവിൻ്റെ ചിത്രം താഴെയുള്ള കുഴിയിലെ വെള്ളത്തിൽ പ്രതിഫലിച്ച് കാണും. ചക്രത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലക്ഷ്യവസ്തു ചെറിയ മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ളതാണ്. താഴെ നോക്കിക്കൊണ്ട് വില്ലിൽ ഞാൻ വലിച്ച് 5 അമ്പുകൾ ചെയ്യാം. ലക്ഷ്യസ്ഥാനത്തെ മത്സ്യത്തിൻ്റെ കണ്ണ് തുളച്ച് അമ്പ് ലക്ഷ്യം ഭേദിക്കാം. തത്ഫലമായി ലക്ഷ്യവസ്തു താഴെ വീണു. ദ്രൗപദി സ്വയംവരത്തിൽ വിജയിക്കണമെങ്കിൽ ഇതാണ് വ്യവസ്ഥ.
അച്ഛൻ്റെ ഈ പുതിയ വ്യവസ്ഥ കണ്ടപ്പോൾ ഞാൻ നിത്യകന്യകയായി കഴിയണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ ധർമ്മകാര്യങ്ങളിൽ സഹകരിച്ച് ധർമ്മരക്ഷയിൽ മുഴുകിയയക്കാം. അല്ലെങ്കിൽ ഭഗവാന് പോലും സാധ്യമല്ലാത്ത ഈ വ്യവസ്ഥകൾ അദ്ദേഹം എന്തിനു വെച്ചു? കൃഷ്ണന്റെ സഖാവായ അർജുനന്റെ ധനുർവിദ്യയും ഉന്നം പിഴയ്ക്കാത്ത ശരപ്രയോഗ സാമർഥ്യവും പ്രഖ്യാതമാണ്. അർജുനനല്ലാതെ മറ്റാർക്കും ദ്രൗപദിയെ ലഭിക്കരുതെന്ന ഒരു ഉപേക്ഷ അച്ഛനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കണം സവ്യസാചിക്കല്ലാതെ മറ്റാർക്കും ജയിക്കുവാൻ കഴിയാത്ത ഒരു വ്യവസ്ഥ പ്രഖ്യാപിച്ചത്. അർജുനനെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ സ്വയംവര വ്യവസ്ഥകൾ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീര്യവും ഗൗരവവും കുറേയൊക്കെ അനുമാനിക്കുവാൻ എനിക്ക് സാധിച്ചു. മനസ്സാ കൃഷ്ണന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ സംശയമുണ്ടാകുന്ന പ്രശ്നമില്ല എന്നുറപ്പിച്ചു. അദ്ദേഹം മംഗളമൂർത്തിയാണ്. ഏർപ്പാടുകൾ പൂർത്തിയായി. പാഞ്ചാല ദേശം മുഴുവൻ സ്വയംവരത്തിൻ്റെ മുൻപ് ഉത്സവം ആഘോഷിക്കുകയാണ്. നാലുപാടും ആനന്ദത്തിൻ്റെ വസന്തം വ്യാപിച്ചു. ധനികരും നിർധനരുമെല്ലാം ഉത്സവത്തിൽ പങ്കെടുക്കുന്നു. എല്ലാ വീടുകളും നിറം പൂശി മൂടി പിടിപ്പിച്ചിരിക്കുന്നു. കൊട്ടാരങ്ങൾക്ക് പുതിയ നിറങ്ങൾ പൂശി. രാജ്യം മുഴുവൻ പുതുവേഷം അണിഞ്ഞതുപോലെ എല്ലാ വാതിൽക്കലും മാവിൻ ചില്ലകൾ തോരണമായി തൂക്കിയിരുന്നു. മംഗളസൂചകമായ പൂർണ്ണ കുംഭങ്ങൾ വെച്ചിരിക്കുന്നു. രാജവാസികൾക്കെല്ലാം രാജഭണ്ഡാരത്തിൽ നിന്ന് ധനം ചെലവാക്കി പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്തു. സ്ത്രീ പുരുഷന്മാരെല്ലാം പുതിയ വസ്ത്രാഭരണങ്ങളോടെ അണിഞ്ഞ് രാജ്യത്തിൻ്റെ ശോഭ വർദ്ധിപ്പിക്കുന്നു. രാജധാനിയോടൊപ്പം ദീപമാലകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. രാത്രി പ്രകാശത്തിൽ മിന്നിത്തിളങ്ങുന്നു. വിവിധ ഭാവങ്ങളിൽ നിത്യം ഗീതം, വാദ്യം, കരിമരുന്ന് പ്രയോഗം മുതലായവ, രാവും പകലും നിത്യഗീതങ്ങൾ മുതലായവ നടക്കുന്നു. സ്വയംവരത്തിൻ്റെ സഭാഗൃഹം അലങ്കരിക്കുന്നത് പ്രസിദ്ധ ചിത്രകാരന്മാരും ശില്പികളും വന്നെത്തി. ഇന്ദ്രപുരി കണ്ടിട്ടില്ലാത്തവർ ഈ അലങ്കാരങ്ങളും ദീപമാലയും ആഡംബരങ്ങളും കണ്ടിട്ട് സ്വയം ഭാഗ്യശാലികളാണെന്ന് കരുതുന്നു. അതിഥികൾക്ക് സഭാഗൃഹത്തിൽ ഉപവിഷ്ടരായി ലക്ഷ്യഭേദനം കാണുവാനുള്ള ഏർപ്പാടുകളുമുണ്ട്. അതിനാവശ്യമായ സുചിന്തിതമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുമുണ്ട്. മുകളിൽ വെള്ളിമേലാപ്പ്, അതിൽ സ്വർണ്ണ നക്ഷത്രങ്ങൾ. സഭാമണ്ഡപത്തിലും സ്വയംവര മണ്ഡപത്തിലും അതിഥികളുടെ പ്രവേശന മാർഗം മുതൽ ഇരിപ്പിടം വരെയുള്ള സ്ഥലത്തും സുരഭിലമായ പൂക്കുടകൾ വെച്ചിട്ടുണ്ട്. സഭാഗൃഹം മുഴുവൻ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു. ദരിദ്രമ്മ മുതൽ വിശിഷ്ടാദികൾ മുതൽ എല്ലാവരും നൽകുവാൻ പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചു. രാജകുമാരിയുടെ സ്വയംവര മഹാ ഉത്സവം വർഷങ്ങളോളം ഉണ്ടായി നീണ്ടു നിൽക്കട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു. ദൂരെ നിന്ന് വന്ന അതിഥികൾ അലങ്കാരങ്ങൾ കണ്ട് ചിന്തിച്ചു, നാം സ്വർഗത്തിലെ ഏതോ കോണിലെത്തിയോ? സ്വർഗത്തിലെ ഏതെങ്കിലും അപ്സരസിന്റെ സ്വയംവരമാണോ ഇത്? ഓരോരോ രാജ്യത്തെ രാജാക്കന്മാരും രാജകുമാരന്മാരെയും വീരയോദ്ധാക്കളും പണ്ഡിതന്മാരെയും ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നു. രാജധാനി ആഹ്ലാദമുഖരിതമാണ്. അതിഥികൾക്ക് വിനോദത്തിനുള്ള ഉചിത സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വയംവരത്തിന് മുമ്പ് എൻ്റെ അവസ്ഥയോ? എൻ്റെ ഭർത്താവാരായിരിക്കുമെന്ന് എനിക്കറിയാം. സ്വയംവരത്തിൻ്റെ അഭൂതപൂർവമായ വ്യവസ്ഥ പാലിക്കുന്നത് ആരായിരിക്കുമെന്നും എനിക്കറിയാം. എൻ്റെ മനസ്സിൽ ഒരു ദ്വേഗവുമില്ല, ഒരിളക്കവുമില്ല. എൻ്റെ സങ്കല്പത്തിലെ രാജകുമാരൻ എൻ്റെ ഭർത്താവാകുമായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. അർജുനനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ രൂപം വർണ്ണിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീര്യവും ശൈര്യവും വ്യക്തിമാഹാത്മ്യവും സംബന്ധിച്ച കഥകൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇളക്കമില്ലാത്ത സരസ് പോലെ എൻ്റെ മനസ്സ് പ്രശാന്തവും പ്രഫുല്ലവുമായിരിക്കും. അന്ന് നിതംബിനിയുടെ കൂടെ ഉദ്യാനത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അർജുനൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ച് ചിരിച്ചു. ഇത്തരം ചിരി അവൾക്ക് ശീലമായി പോയി. അവൾ പറഞ്ഞു, സഖി, കൃഷ്ണനെ ഒരിക്കലും വിശ്വസിക്കുവാൻ പറ്റുകയില്ല. മഹാമായാവിയാണ്. കുമാരിയെ പോലെയുള്ള സ്ത്രീരത്നത്തെ ലഭിച്ചിട്ടും അദ്ദേഹം നിഷ്കട്ട ഹൃദയത്തോടെ അർജുനന് സമർപ്പിക്കുമോ? ഒരു കാര്യം ഓർമ്മിച്ചു കൊള്ളുക, അർജുനനിൽ കൃഷ്ണന്റെ അംശമുണ്ട്. കുമാരി അർജുനനെ വരിച്ചാലും കൃഷ്ണൻ്റേതു തന്നെയായിരിക്കും. ന്യായവും അദ്ദേഹത്തിന് കുമാരിയുടെ മേൽ അധികാരവും ഉണ്ടായിരിക്കും. സ്വയംവരത്തിനുള്ള ഏർപ്പാടുകൾ കണ്ടിട്ട് എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ സംശയമുണ്ടാകുന്നുണ്ട്. ഞാൻ ഞെട്ടി. എന്ത് സംശയം? അച്ഛൻ പ്രഖ്യാപിച്ച മത്സരത്തിൽ അർജുനൻ തീർച്ചയായും വിജയിക്കും. ശ്രീകൃഷ്ണനും അച്ഛൻ്റെ വ്യവസ്ഥ അംഗീകരിച്ചതാണല്ലോ. നിതുംബിനി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. പാണ്ഡവന്മാർ 5 പേരും ഹസ്തിനാപുരിയിൽ ഇല്ലെന്ന് കേൾക്കുന്നു. അവരെക്കുറിച്ച് പല കഥകളും കേൾക്കുന്നുണ്ട്. ഈശ്വര, ഇവ സത്യമാകാതിരിക്കട്ടെ. അവ സത്യമാണെങ്കിൽ ദേവി നിത്യകന്യകയായി കഴിയേണ്ടി വരും. എൻ്റെ ഇടത് കണ്ണു തുടിച്ചു, ഹൃദയം പിടിച്ചു. ഞാൻ ക്ഷീണസ്വരത്തിൽ ചോദിച്ചു, പാണ്ഡവന്മാർ 5 പേരും വാരണാവൃത്തത്തിൽ ഉത്സവം ആഘോഷിക്കുകയാണല്ലോ. ശ്രീകൃഷ്ണൻ തീർച്ചയായും അവരെ സ്വയംവര വൃത്താന്തം അറിയിക്കും. അവരുടെ വരവിൽ സംശയം എന്തിനാണ്? നിതുംബിനി എന്തോ പറയുവാൻ ആഗ്രഹിച്ചെങ്കിലും പറയുവാൻ സാധിച്ചില്ല. നിർത്തി പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. കേട്ടത് ശരിയോ തെറ്റോ? എന്താണ് കേട്ടത്? ഞാൻ ഉത്കണ്ഠതയോട് ചോദിച്ചു. അപ്പോഴേക്കും കൊട്ടാരത്തിൽ നിന്ന് കരച്ചിൽ കേട്ടു.
ദാസിമാരും പരിചാരകന്മാരും ഉറക്കെ കരയുന്നു. ഞങ്ങൾ രണ്ടുപേരും സ്തബ്ധരായി നിന്നു. ഈ ആനന്ദോത്സവത്തിൽ ഹൃദയഭേദകമായ കരച്ചിലിന് കാരണമെന്താണ്? സഹോദരൻ ദൃഷ്ടദ്യുമ്നൻ ഉദ്യാനത്തിൽ എൻ്റെ മുൻപിലുണ്ടായിരുന്നു. മ്ലാനമായ മുഖം, വിഷാദകലുഷമായ കണ്ണുകൾ. അച്ഛന് പെട്ടെന്ന് അസുഖം പിടിപെട്ടോ? ഞാൻ പരിഭ്രമിച്ച് ചോദിച്ചു, എന്തിനാണ് ഈ കരച്ചിൽ? ശ്രീകൃഷ്ണൻ എഴുന്നള്ളിയിരിക്കുന്നു, ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു. അതിനെന്തിനാണ് കരയുന്നത്? ഞാൻ ആശ്ചര്യപ്പെട്ടു. സഹോദരൻ ഇടയേറിയ സ്വരത്തിൽ പറഞ്ഞു, ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയാണ് നാം ഇരുവരും യജ്ഞകുണ്ഡത്തിൽ ജനിച്ചത്. അതുകൊണ്ട് യജ്ഞകുണ്ഡത്തിൽ നെയ്യ് പോലെ എരിഞ്ഞ് ലോകത്തിലെ പാപതാപങ്ങൾ നശിപ്പിക്കുവാൻ നമുക്ക് വ്രതമെടുക്കേണ്ടതുണ്ട് കൃഷ്ണേ. പാണ്ഡവന്മാർ വാരണാവരത്തിലേക്ക് പോയത് നിനക്കറിയാമല്ലോ. ഞാൻ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു, ഉവ്. അവർ സമാധാനവും സൗന്ദര്യവും കളിയാടുന്ന പ്രകൃതിയുടെ മടിത്തട്ടിലുണ്ട്. ഉത്സവഘോഷം നിറഞ്ഞ വാരണാവർത്തത്തിൽ പാർക്കുകയായിരുന്നു. അതിനെന്താ? ദൃഷ്ടദ്യുമ്നൻ വള്ളികുടലിന് താഴെ എൻ്റെ അടുത്തിരുന്നു. വിഷാദസ്വരത്തിൽ പറഞ്ഞു, കൗരവന്മാർ ഗൂഢാലോചന നടത്തി അവരെ അങ്ങോട്ടേക്ക് അയക്കുകയായിരുന്നു. രാജധാനിയായ ഹസ്തിനാപുരത്തിന് വാരണാവർത്തത്തിലേക്ക് അകറ്റുകയായിരുന്നു. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ യുധിഷ്ഠിരനെ അന്ധനായ ധൃതരാഷ്ട്ര മഹാരാജാവ് വിവശനായി യുവരാജാവാക്കുകയാണ് ചെയ്തത്. പ്രജകൾക്ക് യുധിഷ്ഠിരനോട് കൂറുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. പ്രായക്കൂടുതലും അദ്ദേഹത്തിന് തന്നെയായിരുന്നു. അദ്ദേഹത്തെ യുവരാജാവാക്കാതെ വേറെ ഉപായമില്ലായിരുന്നു. പാണ്ഡവന്മാർ വീരന്മാരും ബലവാന്മാരും വിവേകികളും ധർമ്മബോധമുള്ളവരും ശാന്ത സ്വഭാവക്കാരുമാണ്. ദ്രോണാചാര്യർ, കൃപാചാര്യർ, ഭീഷ്മ പിതാമഹൻ, മന്ത്രി വിതുരൻ മുതലായവരും ഈ തീരുമാനത്തിന് പ്രേരണ നൽകി. യുവരാജാവായ ശേഷം യുധിഷ്ഠിരനോട് ദുര്യോധനൻ, ദുശാസനൻ തുടങ്ങിയ 100 സഹോദരന്മാർക്കും അസൂയ വർദ്ധിച്ചു. ഞാൻ ഉത്കണ്ഠയോടെ ചോദിച്ചു, പിന്നെന്തുണ്ടായി? ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, വാരണാവർത്തത്തിൽ ഉത്സവം സംഘടിപ്പിച്ച ശേഷം പാണ്ഡവന്മാരെ അങ്ങോട്ടേക്ക് അയച്ചു. ശാന്തനും സരളചിത്തനുമായ യുധിഷ്ഠിരൻ കാപട്യത്തെപ്പറ്റി ചിന്തിക്കുമോ? കൗരവന്മാർ ആദ്യമേ തന്നെ വാരണാവർത്തത്തെ പ്രശംസിച്ചു. അതിനാൽ മനസ്സിലൊരു മാറ്റത്തിനു വേണ്ടി സഹോദരന്മാരെയും കൂട്ടി അമ്മയോടൊപ്പം വാരണാവർത്തത്തിലേക്ക് യാത്രയായി. അവർക്ക് പാർക്കുവാൻ പുതിയ കൊട്ടാരം അണിയിച്ചിരുന്നു. പുതിയ കൊട്ടാരത്തിലെ അലങ്കരണവും ആഡംബരവും കണ്ട് പാണ്ഡവന്മാർക്ക് സന്തോഷം വർദ്ധിച്ചു. ഈ പുതിയ കൊട്ടാരം തന്നെ അവർക്ക് യമപുരിയിലേക്ക് വഴിയൊരുക്കുമെന്ന് അവർക്കറിയുവാൻ പാടില്ലായിരുന്നു. ഞാൻ ദുഃഖാർത്തിയായി നിലവിളിച്ചു. സഹോദരന്മാർ എന്നെ താങ്ങിപ്പിടിച്ചു. അതേ കൃഷ്ണേ, ആ കൊട്ടാരം അരക്കില്ലമായിരുന്നു. കൗരവന്മാർ ധൃതരാഷ്ട്രരുടെ ചതിയയായ മന്ത്രി പുരോചനെ നിയോഗിച്ചു. അയാൾ രാത്രിയിൽ അരക്കില്ലത്തിന് തീ കൊളുത്തി. പാണ്ഡവന്മാരും കുന്തിദേവിയും പുരോചനനും വെന്തു മരിച്ചു. കൃഷ്ണൻ ഈ ദുഃഖവാർത്തയുമായിട്ടാണ് വന്നത്. വാർത്ത കേട്ട് എല്ലാവരും ദുഃഖിച്ചിരിക്കുകയാണ്. നഗരവാസികളായ സ്ത്രീ പുരുഷന്മാർ വിലപിക്കുന്നു. പാണ്ഡവന്മാരുടെ അന്ത്യം ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും ജന്മോദ്ദേശം എങ്ങനെ സഫലമാകും? പാണ്ഡവന്മാരില്ലാതെ ഭൂമിയിൽ ധർമ്മസംസ്ഥാപനം നടത്തുന്നത് ജലമില്ലാത്ത സരസിൽ താമര വിരിയുന്നത് പോലെയാണ്. ഞാൻ നിശ്ചലയായി കുത്തിയിരുന്നു. ഇനി എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ അർജുനനെ മനസ്സാ വരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും സ്വയംവര വ്യവസ്ഥ പാലിക്കുവാൻ സാധ്യമല്ലാതാനും. എനിക്കറിയാം, കൃഷ്ണനെ വിശ്വസിച്ചതുകൊണ്ട് ലോകരുടെ പരിഹാസത്തിന് പാത്രമായി ഞാൻ. എന്നെക്കുറിച്ചോർത്ത് അത്രമാത്രം ദുഃഖിച്ചില്ല. എന്നാൽ ധർമാത്മാക്കളായ പാണ്ഡവരുടെ അന്ത്യം എത്ര ദാരുണമാണ്! ഇതാണ് സത്യമെങ്കിൽ കൃഷ്ണൻ ഒരു കാലത്തും അവരുടെ സഖാവായിരുന്നില്ല. അദ്ദേഹം ജനിച്ചത് ധർമ്മ സംസ്ഥാപനത്തിനുമല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യട്ടെ? സ്വയംവരത്തിനു വേണ്ടി നിർമ്മിച്ച അതീത മന്ദിരങ്ങളിൽ പല ദേശത്തിലെയും രാജകുമാരന്മാർ വന്നുകൊണ്ടേയിരിക്കുന്നു. സ്വയംവര മഹോത്സവത്തിൽ പങ്കുകൊള്ളുവാൻ വേണ്ടി ബന്ധുക്കളും കുടുംബാംഗങ്ങളും വിദേശീയരായ അതിഥികളും വന്നെത്തി. പുതിയ കൊട്ടാരം, സദ്യാലയം, സത്രങ്ങൾ, വീതികൾ, അങ്ങാടികൾ, സർവത്ര ജനക്കൂട്ടം. മന്ത്രോച്ചാരണം നടത്തുവാൻ വിദേശാന്തരങ്ങളിലെ പണ്ഡിതന്മാരും വിദ്വാൻമാരും എത്തിച്ചേർന്നു. എന്നെ നേടിയെടുക്കണമെന്ന ആഗ്രഹത്തോടെ അനവധി രാജകുമാരന്മാർ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിൽ മുറ്റത്തിൽ ലക്ഷ്യഭേദം അഭ്യസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സ്വയംവരം നടക്കുകയില്ല. എന്തായാലും സ്വയംവരത്തിൻ്റെ ഫലം സ്പഷ്ടമാണ്. ലോകത്ത് എനിക്ക് യോജ്യനായ വരനില്ലെന്ന വസ്തുത എൻ്റെ ഗാംഭീര്യവും കാട്ടുകയല്ല, കുറയ്ക്കുകയാണ്. അനുയോജ്യമായ വരനെ കിട്ടാതിരിക്കുന്നത് ശുഭലക്ഷണമല്ല. ഞാൻ സ്വയംവരത്തിന് ഒരുങ്ങിയ സ്ത്രീയാണ്. എല്ലാവരും പരാജയപ്പെട്ടാൽ വരനെ കിട്ടുവാനുള്ള അവസരം നൽകുന്നതിനായി അച്ഛനൊരിക്കലും വ്യവസ്ഥകളിൽ അയവ് വരുത്തുകയില്ല. അഥവാ അയവ് വരുത്തിയാലും ഞാൻ ഒന്നും മിണ്ടാതെ അത് അംഗീകരിക്കുമോ? ആദ്യം ശ്രീകൃഷ്ണന്റെ മുൻപിൽ ആത്മസമർപ്പണം ചെയ്തു. കൃഷ്ണൻ എന്നെ സ്വീകരിക്കാതെ സഖാവായ അർജുനനെ നിർദ്ദേശിച്ച്. അർജുനന് വേണ്ടി സമർപ്പിതയാകുമ്പോൾ എൻ്റെ മനസ്സിൽ അല്പം പോലും വിഷമമുണ്ടായിരുന്നില്ല. അർജുനൻ ശ്രീകൃഷ്ണന്റെ അംശമായിട്ടാണോ ജനിച്ചിരിക്കുന്നത്? അർജുനന്റെ ശരീരത്തിൽ കൃഷ്ണന്റെ പ്രാണനും ആത്മാവുമാണുള്ളത്. ഞാൻ അർജുനന്റെ ശരീരത്തിന് മുൻപിലല്ല ആത്മസമർപ്പണം ചെയ്തത്. അർജുനന്റെ വ്യക്തിത്വത്തിന് മുൻപിലാണ്, ആത്മാവിന് മുമ്പിലാണ് ഞാൻ എന്നെ അർപ്പിച്ചത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ,
കൃഷ്ണന് മുമ്പ് തന്നെയാണ് ഞാൻ പുതുതായി ആത്മസമർപ്പണം നടത്തിയത്. അർജുനനെ ലഭിച്ചാൽ കൃഷ്ണനെ ലഭിക്കുമെന്ന് ഞാൻ കരുതി. എന്നാൽ ഇന്ന് അച്ഛൻ ഇളവ് നൽകിയാൽ അർജുനനല്ലാതെ മറ്റാരെങ്കിലും വിചാരിച്ചാൽ ഞാൻ അയാളെ വരിച്ച സ്വന്തം ആത്മാവിനെ കളങ്കപ്പെടുത്തുമോ? ഞാൻ പതുക്കെ ചോദിച്ചു. ചേട്ടാ, സ്വയംവരത്തിൻ്റെ ഏർപ്പാടുകൾ നിർത്തിവെച്ചുകൂടി? ചേട്ടൻ ഞെട്ടി. അതെങ്ങനെ? ദുര്യോധനൻ, അയാളുടെ സഹോദരന്മാർ കർണൻ, ശകുനി, അശ്വത്ഥാമാവ്, ജയദ്രഥൻ, ശല്യർ, കൃതവർമാവ്, സാത്യകി, ശിശുപാലൻ, ജരാസന്ധൻ എത്ര പേർ മത്സരത്തിൽ പങ്കെടുക്കുവാനായി അതിഥിമന്ത്രങ്ങളിൽ വന്നെത്തിക്കഴിഞ്ഞു. ഭീഷ്മ, ദ്രോണ, കൃപാചാര്യർ, ബലരാമൻ മുതലായ മാന്യാതിഥികൾ എത്തിച്ചേർന്നു. അംഗം, വംഗം, കലിംഗം, ചോളം, പാണ്ഡ്യം, മഗധം, കോസലം, ഹസ്തിനാപുരം, മധുരം, കാംഭോജം, ഗാന്ധാരം മുതലായ എല്ലാ രാജ്യങ്ങളിലെയും പണ്ഡിതന്മാരും വന്നു ചേർന്നു. ഇനി മാറ്റിവെക്കുന്നത് അവരെ അപമാനിക്കലാവും. അവരുടെ സംശയ ശക്തിക്ക് മുമ്പിൽ പാഞ്ചാല ദേശത്തിന് തോൽവി സമ്മതിക്കേണ്ടി വരും. വലിയ ആപത്താകും. അതുകൊണ്ട് രാജ്യനന്മയ്ക്ക് വേണ്ടി, അതിഥികളുടെ മാനം കാക്കുവാൻ വേണ്ടി സ്വയംവര സഭ നിശ്ചിത തീയതിക്ക് നിശ്ചിത മുഹൂർത്തത്തിൽ ആരംഭിക്കും. മറ്റൊരു ഉപായവുമില്ല. ഞാൻ മനസ്സിൽ ആലോചിക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണനുണ്ടാക്കുന്ന വിപത്ത് ദേശത്തിനുണ്ടാകുന്ന വിപത്തിനേക്കാൾ ഒട്ടും മഹത്തരമല്ല. അതിനാൽ കൃഷ്ണ വിപത്തിനെ നേരിടും. എന്നാൽ ആ വിപത്ത് എത്ര ഭയങ്കരമായിരിക്കുമെന്ന് എന്നെ അറിഞ്ഞുകൂടാ. ഞാൻ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. കാര്യമൊന്നു തന്നെ. ഞാൻ നിത്യകന്യകയായി കഴിയും. രാജ്യത്തിന് വിപത്ത് ഒഴിഞ്ഞു പോകും. പാഞ്ചാലദേശം ശത്രുവിഹീനമാകും. സഹോദരൻ പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിക്കുവാനാണ് സാധ്യത. അവരെല്ലാം സ്വന്തം ശക്തിയുമായി മടങ്ങിപ്പോകട്ടെ. നാം എന്തിനവരുടെ ശക്തിക്ക് അതിര് കൽപ്പിക്കണം? ഞാൻ മൗനം പൂണ്ടു. സ്വയംവരത്തിൽ എൻ്റെ പേരെൻ്റെ മനസ്സിലുണ്ടായ ആവേശങ്ങളും സ്വപ്നങ്ങളും ഭാവനകളും ആഗ്രഹങ്ങളും ഉത്കണ്ഠയും എല്ലാം തണുത്തുറഞ്ഞു. ഇനി ബ്രഹ്മചാരിണിയുടെ കഠിനധാതന നിറഞ്ഞ ജീവിതം കൈക്കൊള്ളേണ്ടത് ഇവളാവും. സംഭവിച്ചതുപോലെയോ സംഭവിക്കുവാൻ പോകുന്നതിലോ എനിക്കൊന്നും ചെയ്യുവാനില്ലെങ്കിൽ പിന്നെ ചഞ്ചലപ്പെടുന്നത് എന്തിനാണ്? എങ്കിലും മനസ്സിൽ ആ സ്വപ്ന പുരുഷൻ, അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള ദാരുണമായ ദേഹവിയോഗം ഇടയ്ക്കിടയ്ക്ക് മനസ്സിലുണരും. നിർവികാരങ്ങളായിരിക്കെ ചിന്ത ഉത്പരിവിപ്ലവം മാത്രമായിരിക്കും. ആർക്കെങ്കിലും നിർവികാര ഭാവത്തിൽ ജീവിക്കുവാൻ കഴിയുമോ? അറിയാതെ തന്നെ എൻ്റെ നീലക്കണ്ണുകൾ നീർനിറഞ്ഞു. സഹോദരൻ അത് ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വേദന നിറഞ്ഞു. മനസ്സ് മാറ്റുവാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു. കൃഷ്ണയെ വരൂ, മുറിയിലേക്ക് പോകാം. അച്ഛൻ കാത്തിരിക്കുന്നു. കൃഷ്ണനെ സ്മരിക്കാം. അദ്ദേഹം ആര്യാവർത്തത്തിലെ ശ്രേഷ്ഠനും വീരനും ജ്ഞാനിയുമാണ്. അദ്ദേഹം നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയാണ്. അതിഥി സത്കാരത്തിൽ പോരായ്മ വരുത്തുന്നത് ഉചിതമല്ല. ഞാൻ കണ്ണുനീരടക്കുവാൻ ശ്രമിച്ചു. എന്നെപ്പോലെ നിസാരരായ സ്ത്രീകളുടെ പ്രണാമം കൃഷ്ണനെ പോലെ മഹാനായ ഒരു വ്യക്തിയുടെ മഹിമയ്ക്ക് കളങ്കം ചേർക്കുകയില്ലേ? എങ്കിലും ഈ അശുഭ ദൃഷ്ടി അദ്ദേഹത്തിൽ പതിയാതിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രിയ സഖാവിൻ്റെ പേര് ഞാനുമായി ബന്ധപ്പെടുത്തിയപ്പോഴേ അദ്ദേഹം യാത്രയായി. ആ ആപത്തിനു ശേഷവും കൃഷ്ണൻ എൻ്റെ മുഖം കാണാൻ ആഗ്രഹിക്കുമോ? പെട്ടെന്ന് അമൃതധാര കാതിലേക്ക് ഒഴുകി. അന്തരംഗത്തെ സ്പർശിച്ചു. ഇതാരുടെ മൃദുഹാസം! മുന്നിൽ നിൽക്കുന്നു പരമകാമി പുരുഷനായ കൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ നീല കളയമ്പരം പീതാംബരത്തിൻ്റെ കൂടി രമണീയമായി. നെറ്റിയിൽ തിലകം, കാതുകളിൽ കുണ്ടലം, നീലത്താമര പോലെയുള്ള കണ്ണുകൾ, വിശാലമായ വക്ഷസിൽ മുത്തുമാല, അതിനു പുറവെ വനപുഷ്പങ്ങൾ കോർത്തമാല, അധരങ്ങളിൽ മധുഹാസത്തിൻ്റെ ലോലരേഖ. എൻ്റെ പരിഭവവും ഗർവവുമെല്ലാം നിമിഷമാത്രയിൽ അലിഞ്ഞു പോയതുപോലെ തോന്നി. കൃഷ്ണന് തീർച്ചയായും മോഹനമന്ത്രം അറിയാം. ഞാൻ മന്ത്രമുക്തി എന്ന പോലെ പ്രണമിക്കുവാൻ എഴുന്നേറ്റു. അദ്ദേഹം പുഞ്ചിരിയോട് പറഞ്ഞു. ദേവിയുടെ ഭക്തിഭാവത്തേക്കാൾ പരിഭവം നിറഞ്ഞ മുഖമാണ് എനിക്ക് കൂടുതൽ കാമ്യം. നിഷ്കളങ്കമായ പരിഭവം സുന്ദരമായ മുഖത്തിനെ കൂടുതൽ സുന്ദരമാക്കി തീർക്കുമെന്നത് ദേവിക്ക് അറിയുവാൻ പാടില്ലായിരിക്കും. പാണ്ഡവന്മാരുടെ അപകട മരണം സംബന്ധിച്ച വാർത്ത സത്യമോ മിഥ്യയോ ആയിക്കൊള്ളട്ടെ, ഞാൻ ആ വാർത്ത അറിയുവാൻ വന്നില്ലായിരുന്നുവെങ്കിൽ ദേവിയുടെ മുഖത്ത് ഈ പരിഭവം നിറഞ്ഞ ഈ അനുപമ സൗന്ദര്യം ഒരിക്കലും വിരിയുകയുമില്ലായിരുന്നു. ദേവിയുടെ മുഖശോഭ കണ്ടിട്ട് പാണ്ഡവന്മാരുടെ വേർപാടിൻ്റെ ദുഃഖം പോലും മറന്നു. വളരെ നേരമായി തുളുമ്പി നിന്ന ആശ്രുകണങ്ങൾ അനായാസേന ഒഴുകി കവിൾത്തടം നനച്ചു. ഞാൻ ആലോചിച്ചു, എൻ്റെ ഈ ദുഃഖത്തിൽ കൃഷ്ണന് സുഖമാണോ? ഇത്രയും നിഷ്ഠൂരനാണോ അദ്ദേഹം? നിർനിമേഷനായി എന്നെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ദേവിയെ കണ്ട ശേഷം എൻ്റെ മനസ്സിലൊരു ധാരണ ബലപ്പെട്ടിരിക്കുന്നു. പാണ്ഡവന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ദേവിയുമായി വിവാഹം ഉറപ്പിച്ചയാൾ ഒരിക്കലും ഭീരുവിനെ പോലെ മരിക്കുവാനിടയില്ല. പാണ്ഡവന്മാർ അരക്കിൽതത്തിൽപ്പെട്ട് വെന്തു മരിച്ചാൽ അതവരുടെ വിഡ്ഢിത്തം കൊണ്ടാണ്. കൃഷ്ണൻ്റെ സഖാവ് ഇങ്ങനെയൊരു വിഡ്ഢിയാണെങ്കിൽ കൃഷ്ണൻ അതിലും വലിയ വിഡ്ഢിയായിരിക്കും. ഞാനൊരു വിഡ്ഢിയാണെന്ന് കൃഷ്ണൻ വിചാരിക്കുന്നുണ്ടോ? കൃഷ്ണൻ്റെ നേർക്ക് നോക്കിയപ്പോൾ എൻ്റെ മനസ്സ് വിളിച്ചു പറഞ്ഞു, അർജുനൻ വരും പ്രതിജ്ഞ പാലിക്കുവാൻ, ഘോരമായ അപമാനത്തിൽ നിന്നും കൃഷ്ണയെ ഉദ്ധരിക്കുവാൻ. ഞാൻ കണ്ണടച്ച് ഈശ്വരനെ സ്മരിച്ചു. ഉത്സവത്തിൻ്റെ 16-ാം ദിവസം, ഏറെ നാളായി കാത്തിരിക്കുന്ന ദിവസം. തുടരും.